ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയിൽ നമ്മൾ ഒന്നിച്ച് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ ഒരു ചിന്ത നിങ്ങൾക്ക് തരുവാൻ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനു മുൻപൊരു പാട്ട് നമുക്ക് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവൻ എന്നെ സൂക്ഷിക്കുന്നു. ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവൻ എന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് നമുക്ക് ഈ പാട്ട് പാടുവാൻ കഴിയും. ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾ അത്ര വലുതല്ലേ. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മികവല്ല, നമ്മുടെ പട്ടണത്തിൻ്റെ ഉറപ്പല്ല, ഭവനത്തിൻ്റെ ഉറപ്പല്ല. എത്രയോ കോൺക്രീറ്റ് കെട്ടിടങ്ങളാ മല പോലുള്ള പാറ വന്നാട്ടിച്ച് തരിപ്പണമായത്. എൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നതാ. കഴുകൻ തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലേ? ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ഭൂമുഖത്ത് ഒന്നും ഉറപ്പില്ല കേട്ടോ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്നും ഉറപ്പെന്ന് പറയാൻ ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഉറപ്പുള്ളൊരു പട്ടണം ഉയരത്തിലുണ്ട്. നമുക്ക് ഉറപ്പുള്ളൊരു പട്ടണം ഉയരത്തിലുണ്ട്. അത് നമ്മുടെ പണിയല്ല, സ്വർഗീയ കൈപ്പണിയാ. ഹല്ലേലൂയ. ഓ, ആ കൈപ്പണിയായ ഒരു കെട്ടിടത്തിലെ വാസമാണ് ദൈവം നമുക്ക് നൽകി തരുവാൻ പോകുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവരെ ഒരിക്കൽ കൂടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കൂടി ആയിരിക്കണം. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. മൈക്ക് കൂടെ ഒന്ന് വായിച്ച് സഹായിക്കണേ. ദേവദാസൻ നന്നായിട്ട് വായിച്ചു എങ്കിലും മൈക്ക് നന്നായിരിക്കും. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത്, ആ നാഴിക മുതൽ അവളുടെ മക്കൾക്ക് സൗഖ്യം വന്നു. ആ നാഴിക മുതൽ അവളുടെ മക്കൾക്ക് സൗഖ്യം വന്നു. അവിടെ അത് നടന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ ദൈവം ചെയ്തതിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. സോർ സീദോൻ എന്ന് പറയുന്ന ദേശം കാമേൻ ജാതികളുടെ ദേശമാണ്. ആ ദേശത്തൂടെ കർത്താവ് പോകേണ്ടി വന്നു. അവിടെ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ ആമേൻ ഒരു കനാന്യ സ്ത്രീ, കനാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആമേൻ, നോഹയുടെ പുത്രൻ കനാൻ
കനാൻ ആരാണ്? ശാപഗ്രസ്തന. അപ്പന്റെ നഗ്നത വിളിച്ചു പറഞ്ഞ് ആ ശാപം മേടിച്ചു കെട്ടിയവനാ. ആ ദേശത്ത്, ശപിക്കപ്പെട്ട ദേശത്ത്, ആമേൻ ഹല്ലേലൂയ, അന്യാരാധനയെ മുഴുകിയ നിന്ന ഒരു പശ്ചാത്തലമുള്ള ആരാധന, അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിന്നും യേശു കർത്താവിനെ കുറിച്ച് കേട്ട ഒരു സഹോദരി, യേശുവിൻ്റെ അത്ഭുതങ്ങളെ കേട്ട ഒരു സഹോദരി, താൻ കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. അതിൻ്റെ 22-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ ദാവീദ് പുത്ര, എന്നോടൊന്ന് കരുണ തോന്നണമേ. ദാവീദ് പുത്ര എന്ന് പറയത്തക്ക നിലയിൽ ഇവക്ക് ലഭിച്ച വെളിപ്പാടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടോ, യേശു കർത്താവിൻ്റെ വചന ശുശ്രൂഷയെ കുറിച്ച് കേട്ടോ, രോഗികൾ സൗഖ്യമാകുന്നതിനെ കുറിച്ച് കേട്ടു, കുരുടർ കാണുന്നതിനെ കുറിച്ച് കേട്ടു. ഇവൾക്കൊന്നറിയാം, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിന്ന് എന്നെ വിടിവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ വിഷയം എന്താണെന്ന് അടുത്ത വാക്യമുണ്ട്, വായിച്ചാട്ടെ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. സാധാരണ ഭൂതോപദ്രവമല്ല, കഠിനപ്പെട്ട ഭൂതോപദ്രവം. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, തലമുറയ്ക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കഠിനമായ ഭൂതോപദ്രവം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ നൊമ്പരം, അതിൻ്റെ ഹൃദയത്തിലെ ആ വേദന മറ്റൊരാൾക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് പറയുവാൻ കഴിയും. ഇവിടെ ഇതാ ഭൂതോപദ്രവം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മാന്യ സഹോദരി, തൻ്റെ തലമുറയിൽ കൂടി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുമോ? നല്ലൊരു വിവാഹം കൊടുക്കുവാൻ കഴിയുമോ? ഇതെല്ലാം തടസ്സപ്പെട്ടുകൊണ്ട് ഈ സഹോദരി വളരെ വേദനപ്പെട്ട് കർത്താവിന്റെ അടുത്ത് വരികയാ. ആമേൻ ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്ന കാര്യം എന്താണ്? അടുത്ത ചോദ്യം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അതിനു മുൻപ് വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ലെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ, എൻ്റെ ദൈവം ചില പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങളിൽ മൗനമായിരിക്കും, ചില സമയത്ത് ഉത്തരം പറയും. ഇത് രണ്ടും നന്മയ്ക്കായിട്ടാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഇന്നത്തെ സങ്കീർത്തനത്തിലും ദൈവദാസൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കേട്ടല്ലോ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നോട് വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ ക്ഷീണിക്കത്തക്ക നിലയിൽ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മറുപടി ലഭിക്കാതെ താൻ ഹൃദയഭാരവുമായി മുന്നോട്ട് പോയ സാഹചര്യങ്ങളാണെന്ന് നിശ്ചയമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് അവിടെയും മറുപടി ലഭിച്ചില്ല. ആസാഫ് 83-ാം സങ്കീർത്തനത്തിൽ എന്താ വായിച്ച? 83-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആസാഫ് എന്താ പറഞ്ഞത്? ദൈവമേ മിണ്ടാതിരിക്കരുത്, ദൈവമേ അങ്ങ് മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും അങ്ങ് സ്വസ്ഥമായും ഇരിക്കരുത്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ ഈ വിഷയം അങ്ങ് കാണുന്നില്ലേ? എൻ്റെ മകൾ ഭൂതോപദ്രവം കഠിനപ്പെട്ടിരിക്കുക, അങ്ങ് മൗനമായിരിക്കരുത്, അങ്ങയുടെ പക്കലെ ഇതിന് വിമോചനമുള്ളൂ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച ഈ സഹോദരി ഇവിടെ ഇതാ കർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ കർത്താവ് ഒരു ഉത്തരവും പറഞ്ഞില്ലെന്ന്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. കണ്ടോ? ഇപ്പോൾ ഇവിടെ ശിഷ്യന്മാർ സ്വാധീനിക്കുക, ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് പോലും കർത്താവ്, വായിക്കാം, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവളെ ഒന്ന് പറഞ്ഞയക്കണമേ. അന്നേരം എന്താ ചെയ്തത് കർത്താവ്? അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതിനും അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ കാണാതെ പോയ ആടെന്ന് പറയുന്ന ഇസ്രായേൽ ഗൃഹത്തിന്റെ രക്ഷയ്ക്കായിട്ട് യേശു വന്നു. എന്നാൽ ഇസ്രായേൽ ജനം, നമ്മുടെ വചനം ഇങ്ങനെ കാണുന്നുണ്ട്, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എൻ്റെ ദൈവം സകല
സകലജടത്തിന്റെ ദൈവമാ. ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ നിന്റെ സന്തതി മുഖാന്തരം, സന്തതികളെന്നല്ല ഏകവചനം, സന്തതി മുഖാന്തരം സകല ജനവും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുണ്ട്. എന്റെ കർത്താവ് മുഖാന്തരം ഇവിടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ജാതീയ സ്ത്രീയുടെ വിശ്വാസം ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. ഇവക്ക് എവിടുന്ന് കിട്ടി? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുവാൻ തക്കവണ്ണം വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് എരിഹോവിലൂടെ കടന്നു പോയപ്പോൾ അവിടെ ഒരു കുരുടൻ തിമായിയുടെ മകൻ, ആമേൻ, മകൻ, ആമേൻ, ബർത്തിമായി, ബർ എന്ന് പറഞ്ഞാൽ മകൻ, തിമായി, ബർത്തിമായി, തിമായിയുടെ മകൻ. അതെ, ആ കാഴ്ചശക്തി ഇല്ലാത്തവന്, ജന്മന കാഴ്ചശക്തി ഇല്ലാത്തവന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ പറയുകയാണ് ഇതുവഴി യേശു കടന്നു പോകുന്നു. അവനും പറഞ്ഞത് ഇതാ കേട്ടോ, അതാ ഞാൻ പറഞ്ഞതിന്റെ സാരം. അവനും പറഞ്ഞത് എന്താണെന്നറിയാമോ? ദാവീദ് പുത്ര എന്നോടൊന്ന് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുന്നടക്കുന്നവരെന്താ ചെയ്തെന്നറിയാമോ? എടാ വായടക്കണം, മിണ്ടാതിരിക്കടാ, നീ ഇത്ര കിടന്ന് അലയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവൻ പിന്നെ ഇത് കേട്ടിട്ടും എന്താ ചെയ്തത്? വീണ്ടും ഒച്ചത്തില് അവന് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, അവിടെ കർത്താവ് നിന്നില്ലേ? കർത്താവ് അവന് വേണ്ടി അവിടെ നിന്നില്ലേ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ, ആരാധനയ്ക്ക് തടസ്സം ആര് നിന്നെന്ന് പറഞ്ഞാലും നിന്റെ വിടുതലിന്റെ സമയം വരുമ്പോൾ, ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കാൻ പല ഭാഗത്തു നിന്നും നിനക്ക് നിരുത്സാഹം വരുമ്പോഴും നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ വിടുതലാ നഷ്ടപ്പെട്ടു പോകുന്നത്. നീ ആരാധിക്കുവാനുള്ള സമയം നീ ആരാധിച്ചു കഴിയുമ്പോൾ, നീ നിലവിളിക്കുവാനുള്ള സമയം നീ നിലവിളിച്ചു കഴിയുമ്പോൾ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവന് എന്താ സംഭവിച്ചത്? അവന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞ് അവന് കർത്താവ് കാഴ്ച നൽകി കേട്ടോ. അവൻ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദാസീദാസന്മാർ, ഈ ഭാഗം ഓർക്കുമ്പോൾ എനിക്ക് ഒരാളിനെ ഓർത്തു പോവുകയാണ്. നമ്മുടെ വിഷയം വിട്ടുപോയെന്ന് പോയി സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം ഒരു നിമിഷം. ഈ ഫാനി ക്രോസ്ബി കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഈ ഗൂഗിളിലൊന്ന് ഹാനി ക്രോസ്ബിയുടെ ജീവചരിത്രം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറിച്ച് കേൾക്കുവാൻ കഴിയുന്നു. അവര് ജനിച്ച് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കണ്ണിന് രോഗം വന്നു. ആ രോഗം ചികിത്സിക്കാനായിട്ട് അന്നത്തെ നാട്ടുവൈദ്യനായ ഒരു വ്യക്തിയെ സമീപിച്ചു. ആ വ്യക്തി ചില ശരിയായിട്ടുള്ള ആ ചികിത്സ കിട്ടാതെ ചികിത്സ നടന്നില്ല. കാലഘട്ടമാണ് എത്രയോ 1820 ന്യൂയോർക്കില് ന്യൂയോർക്കിൽ ജനിക്കപ്പെട്ട ആ സഹോദരി അവരുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇവര് ഏകദേശം 95 വർഷം ജീവിച്ചു. ഇവര് എഴുതിയ പാട്ടുകളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ഏതാണ്ട് 15,000 പാട്ടുകൾ ഈ സഹോദരി എഴുതി. ഈ സഹോദരി എഴുതിയ പാട്ടുകളൊക്കെ ലോക പ്രശസ്തമാണ്. ഇവരുടെ ആ ബുദ്ധി വൈഭവവും ഇവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതും കണ്ടിട്ട് ഈ സഹോദരിയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഇത്രയും ബുദ്ധിയും ഇത്രയും നല്ല ശുശ്രൂഷയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളെ കാഴ്ചശക്തിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല? അപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ വെളിപ്പാട്, എനിക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് എനിക്ക് എൻ്റെ അകംകണ്ണ് തുറന്നിട്ടുണ്ട്, പുറം കണ്ണ് തുറക്കാത്തതേ ഉള്ളൂ. അത് ഈ ലോകത്തിൽ വേണ്ട. എൻ്റെ അകംകണ്ണ് ഇന്ന് തുറന്നിട്ടുണ്ട്, എന്നാൽ പുറം കണ്ണ് തുറക്കുന്നത് സ്വർഗത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ കാണുമ്പോൾ മതി. ഇന്ന് ലോകത്തുള്ള സ്നേഹമൊക്കെ മാറിപ്പോകുന്ന സ്നേഹിതന്മാരാ. എന്നാൽ നിത്യ സ്നേഹത്താൽ നിറച്ചവനെ എനിക്ക് ആദ്യമായിട്ടൊന്ന് കാണണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആമേൻ, ഹല്ലേലൂയ. പുറം കണ്ണ് തുറന്നവർക്ക് അകംകണ്ണ് തുറക്കാതിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടാതെ ഇന്ന് ലോകത്ത് അനേകർ ജീവിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, അകംകണ്ണ് തുറക്കണം കേട്ടോ. അകംകണ്ണ് തുറന്നെങ്കിൽ മാത്രമേ വെളിപ്പാട് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള സഹോദരിയെ ദൈവം അവിടുന്ന് ആദരിച്ചെങ്കിൽ അവരൊരിക്കലും ആ കണ്ണ് കാണാത്തത് കൊണ്ട് നിരാശപ്പെടാതെ സന്തോഷത്തോടെ ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതി, കണ്ണുള്ളവർ എഴുതുന്നതിൽ കൂടുതൽ പാട്ടുകൾ എഴുതാൻ സഹായിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ
ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചത് കൊണ്ടാ ഞാൻ മടങ്ങി വരികയാ. ഇവിടെ ഇതാ ആമേൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച കനാന്യ സ്ത്രീയോട് യേശു പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, മക്കളുടെ അപ്പമെടുത്ത് അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അതിന് മുൻപ് 23-ാം വാക്യം അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഹല്ലേലൂയ, ആമേൻ. ഒറ്റ വാക്കും അവൾ ഉത്തരം പറഞ്ഞില്ല. ആമേൻ. നാമും പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, നമ്മെ ഇന്ന വിഷയത്തിൽ എന്നോട് ഉത്തരമായിട്ട് കർത്താവ് ഒന്നും സംസാരിച്ചില്ലല്ലോ, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിഷയത്തിൽ ഇതുവരെ ഒരു വാക്ക് ദൈവമേ, ഒരു മറുപടി ദൈവം തന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടില്ലേ? 23-ാം വാക്യം വായിച്ചേ. 23-ാം വാക്യം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവൾ സ്വാധീനം അവിടെ കൊടുത്തിട്ട് പോലും കർത്താവ് മറുപടി അതിന് ഉത്തരം പറഞ്ഞില്ല. 24-ാം വാക്യം. അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാതികളുടെ അടുക്കിലേക്ക് എന്നെ അയച്ചില്ല. ആമേ. ശിഷ്യന്മാർ സ്വാധീനം ചെലുത്തിയിട്ടും അത് പാഴായി. ദൈവത്തിന്റെ ദാസന്മാരെ, ആ സ്ത്രീയുടെ സ്ഥാനത്ത് നാം ഓരോരുത്തരും ഒന്ന് നോക്കിയേ. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം അന്നേരം എന്തുമായിരിക്കും? ഓ, കർത്താവ് എന്നെ തടഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുക എന്നങ്ങ് പറഞ്ഞങ്ങ് പോകത്തില്ലേ? എന്നാൽ സ്ത്രീ പിന്നെയും അടുത്ത വാക്യം വായിക്കുമ്പോൾ ലജ്ജ കൂടാതെ 25-ാം വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. നോക്കിയേ, ആ സ്ത്രീയുടെ വിശ്വാസം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിലവിളി മാത്രമല്ല, അവൾ പല ചോദ്യങ്ങളുടെ മുൻപിൽ തടയപ്പെട്ടവളായി, അവൾ തള്ളപ്പെട്ടവളായി നിന്നപ്പോഴും അവൾ പിന്നെയും ചെയ്യുന്നത് കണ്ടോ? അവൾ നെടുമ്പാട് വീണ് പിന്നെയും നമസ്കരിക്കുക കൂടെ ചെയ്യുകയാ. എത്ര മഹനീയമായ വിശ്വാസമാണ് അവളുടെ വിശ്വാസം. ആമേൻ. കർത്താവ് അവളെ തള്ളി അവളെ അങ്ങ് റിജക്ഷൻ പോലെ അങ്ങ് മാറ്റി നിർത്തുമ്പോൾ എന്നാലും അവൾ പിന്നെ പറയുകയാണ്, നിലവിളിക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ അവൾ ആമേൻ നെടുമ്പാട് വീണ് ദൈവത്തെ നമസ്കരിക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. 26-ാം വാക്യം. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഒരു ദാക്ഷിണ്യമില്ലാത്ത കഠിന വാക്ക പിന്നെയും വരുന്നത് യേശുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഹല്ലേലൂയ. അവളുടെ വിശ്വാസത്തെ എൻ്റെ യേശു അവിടെ ശോധന ചെയ്ത് കേട്ടോ. ഇതെല്ലാം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം ശിഷ്യന്മാരെ കൂടെ പഠിപ്പിക്കുക. ശിഷ്യന്മാർ വട്ടം കൂടെ നിൽക്കുക. ശിഷ്യന്മാർക്ക് മാത്രമല്ല നമുക്കും വേണ്ടതാണ്, നമ്മെ കൂടെ പഠിപ്പിക്കുവാനാണ്. ഇവിടെ ശിഷ്യന്മാരെ വിശ്വാസം പഠിപ്പിക്കാൻ കൂടിയാ ഈ ആമേൻ ആമേൻ. നമുക്കറിയാം സ്ത്രീയുടെ മറുപടി. 27-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് അവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഇടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ഇടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്ത്രീയുടെ മറുപടി കണ്ടോ? അത് മതി എനിക്ക്, കയ്യിൽ നിന്ന് വീഴുന്നത് മതിയപ്പ, ഒരു നുറുക്ക് മതി, ഒരു കഷ്ണം മതി എനിക്ക് ജീവൻ പ്രാപിക്കുവാൻ, എൻ്റെ തലമുറ വിടുവിക്കപ്പെടുവാൻ നിന്റെ ഒരു വാക്ക് മതി, ഒരപ്പം നുറുക്ക് മതി. എത്ര പേര് ആമേൻ ഇന്ന് പകൽക്കാലം തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന, തലമുറയെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ നീറുന്ന ജീവിതമേ, അവൻ്റെ ഒരു വാക്ക് മതി കേട്ടോ. ആ ഒരു നുറുക്ക് മതി. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു പറഞ്ഞ ആ നല്ല കർത്താവിൻ്റെ ഒരു വാക്ക് മതി കേട്ടോ. അതുകൊണ്ടല്ലേ ആമേൻ ആമേൻ ബാല്യക്കാരന് ആമേൻ സൗഖ്യമായത്. കർത്താവേ, നീ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അപ്പാ നിന്റെ ഒരു വാക്ക് മതി. ഓ, ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതായ ആ ദൈവത്തിന്റെ വചനം കർത്താവ് അവളോട് പറയുകയാണ്. അടുത്ത ഭാഗം വായിച്ചാട്ടെ. 27-ാം വാക്യം തന്നെ. അടുത്തത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ നിന്റെ ഇഷ്ടം പോലെ
പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ആഗ്രഹം പോലെ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ വേവലാതിപ്പെട്ടു. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി നിർണയത്തിൽ നീ പലപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരിലുള്ള ഇഷ്ടം, അവരുടെ ആഗ്രഹം നീ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം, നിന്റെ ഇഷ്ടം നടക്കും കേട്ടോ. നീ വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ആഗ്രഹം നിവർത്തിക്കാൻ പോകുകയാ. ഓ, ഇവിടം കൊണ്ട് തീർന്നില്ല. ഇനി ഒരു പുതിയ അധ്യായം നിനക്ക് വേണ്ടി തുറക്കും കേട്ടോ. നിന്റെ കുഞ്ഞിന്റെ വിവാഹം നീ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണോ? അത് സംഭവിക്കും കേട്ടോ. പോരാ ചില വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവാത്മാവ് എന്നെ കാണിക്കുകയാ. നിന്റെ തലമുറ നീ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒരു പിന്മാറ്റത്തിന്റെ അനുഭവമായില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം നീ കർത്താവ് ആ ദാവീദ് പുത്രനോട് നീ അപേക്ഷിക്കാൻ, നീ മുട്ടിപ്പായി അപേക്ഷിച്ചാൽ, ലജ്ജ കൂടാതെ നീ അപേക്ഷിച്ചാൽ അവനോട് ഇടപെടുന്ന ഒരു പകൽക്കാലമാ. പിന്മാറ്റത്തിൽ പോയ നിന്റെ സന്തതി മടങ്ങി വരുവാൻ നിന്റെ ലജ്ജ കൂടാതുള്ള മുട്ടിപ്പിൽ കഴിയും. യെസ്, ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്ന, ഹല്ലേലൂയ, ആമേൻ, പിന്മാറ്റത്തിൽ പോയ ചിലരോടൊക്കെ ആത്മാവ് ഇടപെടുകയാ. ചില തലമുറകൾ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോകുന്നത് ദൈവാത്മാവ് കാണിക്കുന്നു. നീ നാളുകളായി പ്രാർത്ഥിച്ചു, പാസ്റ്ററോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, ഒരു ഫലവും കണ്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ അതെ അങ്കുരിക്കുമ്പോൾ, യെസ്, ഒരു വിടുതൽ നിന്റെ തലമുറയോട് ഇടപെടുന്ന ഒരു പകൽക്കാലമാ. യെസ്, നിന്റെ തലമുറ ഒരുപക്ഷെ ഇവിടില്ലായിരിക്കാം, അങ്ങ് വിദൂരതയിലായിരിക്കാം. ഭാരപ്പെടേണ്ട. വിദൂരതയിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ. നീ ഒരു കഠിനമായ ഭൂതോപദ്രവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനകത്ത് നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നിറവേറ്റാൻ പോകുകയാ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആ നാഴിക അവളുടെ അടുത്ത് പോയില്ല കേട്ടോ, കുഞ്ഞിൻ്റെ അടുത്ത് പോയില്ല, ഭവനത്തിൽ പോയില്ല. ആ സ്പോട്ടിൽ അവിടെ വെച്ച് പറഞ്ഞതേ ഉള്ളൂ, വിദൂരതയിൽ സൗഖ്യം നടക്കുകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് നീ ദൈവത്തിന് നീ നന്ദിയോടെ സ്തോത്രം പറയുമ്പോൾ, വിദൂരതയിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുകയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. വിദൂരതയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. വിദൂരതയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. നീ അവിടെ പോകണമെന്നില്ല. നിന്റെ പ്രാർത്ഥന ഈ ഹാളിൽ മുഴങ്ങുമ്പോൾ, നിന്റെ ഭവനത്തിൽ ഹാളിൽ ആ പ്രാർത്ഥന മുഴങ്ങുമ്പോൾ, വിദൂരതയിൽ അവന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുകയാ. യെസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. അവളുടെ മകളുടെ കർത്താവ് അടുക്കലൊന്നും പോയില്ല. ആ സമയത്ത് വിദൂരതയിലിരുന്ന് സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. വിശ്വാസമാണ് കേട്ടോ. അവിടെയാണ് വിശ്വാസമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്, വ്യർത്ഥ മനുഷ്യ നിന്റെ വിശ്വാസം, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്നാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ വിശ്വാസം കൊണ്ടുവരണം. ഞാൻ ഈ ഛത്തീസ്ഗഡിൽ പോയപ്പോഴേ അവിടെയുള്ള ദൈവദാസന്മാരെ പ്രഭു യേശു ചങ്കായി കരേഖ എന്ന് പറയുമ്പോൾ അങ്ങ് വിശ്വസിക്കുക, അയ്യോ കരഞ്ഞങ്ങ് വിശ്വസിക്കുക. അത്ഭുതങ്ങൾ അവിടെ അങ്ങ് സംഭവിക്കുക. ദൈവമേ, അവിടുത്തെ ആരാധനയൊക്കെ കാണുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ കഴിയും കേട്ടോ. അത്രയും ആരാധനയാ, അത്ര വിശ്വാസമാ. അവരുടെ പ്രാർത്ഥനയുടെ മുൻപിൽ നമ്മൾ ലജ്ജിക്കത്തക്ക നിലയിൽ ദൈവം അത്ഭുതങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാ. വടക്കേ ഇന്ത്യയിൽ അനേകരെ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള അധികാരികൾ ഭയപ്പെടുന്നത് യേശുവിനെ അനേകരെ സാക്ഷിക്കുന്നത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം നിന്റെ ആരാധന എവിടെ? നിന്റെ പ്രാർത്ഥന എവിടെ? നിന്റെ പഴയകാല വിശ്വാസം എവിടെ? യെസ്, പോരാ, ശക്തിയോട് ആരാധിച്ചാട്ടെ. പോരാ, നീ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആമേൻ. അതും ഇതും പറഞ്ഞ് നിന്റെ
നിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോഴാ സുപ്രസാദ കാലം, ഇപ്പോഴാ രക്ഷാ ദിവസം. യെസ്, നാളെയാക്കരുത്. നാളെയാക്കരുത്. ദൈവം നിനക്ക് വേണ്ടി തരുന്ന സമയത്ത് നീ കർത്താവിനെ മുറുകെ പിടിച്ചോണം, മുറുകെ പിടിച്ചോണം. യെസ്, ഭർത്തിമായി നാളെയാകട്ടെ എന്ന് വിചാരിച്ചാൽ അവൻ അത്ഭുതം നടക്കുമോ? നാളെ ആകട്ടെ, ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, അവിടെ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ടും അവൻ അധികം നിലവിളിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ്. ദൈവ സാന്നിധ്യമുള്ളപ്പോഴും നീ മിണ്ടാതിരിക്കരുത്. നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നത്, നിന്റെ വായൊന്ന് വിസ്താരത്തിൽ തുറക്ക, നിറയ്ക്കുമെന്ന്. നീ വിസ്താരത്തിൽ തുറന്നാൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കും, വിടുതലുകളെ കൊണ്ട് നിറയ്ക്കും. നിന്റെ ആരാധനയുടെ, നിന്റെ കൈയുടെ മുൻപിൽ ശത്രു വെട്ടിവെച്ച കെട്ടുകളെ അടിയും. രേഖ എഴുതിയെങ്കിൽ രേഖയെ മാറ്റുന്നവനാ. യെസ്, ചിലരോടൊക്കെ ആത്മാവ് ഇടപെടുകയാ. നിനക്കെതിരെ വെച്ച രേഖ എന്റെ ദൈവം അത് പൊട്ടിച്ചു മാറ്റുകയാ. എന്റെ ദൈവം അത് പൊട്ടിച്ചു മാറ്റുകയാ. ഒരു മോർദെഖായിയുടെ മുൻപിൽ, ഒരു എസ്തറിന്റെ മുൻപിൽ, ആരാധിക്കുന്ന യഹൂദ ജനത്തിന്റെ മുൻപിൽ എതിരെ എഴുതി വെച്ച രേഖ എഴുതി മാറ്റിയെങ്കിൽ, എടുത്തു മാറ്റിയെങ്കിൽ, നിന്റെ ഭാവിയെ, നിന്റെ തലമുറയുടെ ഭാവിയെ എതിരായി വെച്ച ചില രേഖകളെ എന്റെ ദൈവം എടുത്തു മാറ്റുകയാ. ഞാൻ ആത്മാവിൽ കാണുകയാ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. യെസ്, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ശതാധിപൻ മകൻ ഇതാ ദീനം പിടിച്ച് കിടക്കുക. ഞാനൊന്ന് മുമ്പ് തൊട്ട് പറഞ്ഞതാ, ദീനം പിടിച്ച് കിടക്കുക. ശതാധിപൻ എന്ത് ചെയ്തെന്നറിയാമോ? സ്നേഹിതന്മാരെ അയച്ച് യേശുവിൻ്റെ അടുക്കല്. ഹല്ലേലൂയ. യേശു അങ്ങോട്ട് പോകാൻ നേരം പിന്നെ സ്നേഹിതന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നീ കർത്താവേ, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പ്രാപ്തനല്ല. അങ്ങയുടെ ഒരു വാക്ക് മതി, അങ്ങയുടെ ഒരു വാക്ക് മതി. കനാന്യ സ്ത്രീ പറഞ്ഞു, ഒരപ്പത്തിൻ്റെ ഒരു കഷ്ണം മതി, ഒരു കഷ്ണം മതി അപ്പാ, എൻ്റെ കുഞ്ഞ് വിടുവിക്കപ്പെടുവാൻ നിന്റെ ഒരു വാക്ക് മതി അപ്പാ. അപ്പം നുറുക്കു മതി കർത്താവേ, മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് മതി. യഹൂദന് ആമേൻ ആമേൻ കൊടുത്തിട്ട് ബാക്കി മതി. യെസ്, ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 11, 12, 13 വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. കണ്ടോ, നമ്മൾ ആരായിരുന്നു? യഹൂദനല്ല. യഹൂദന് വേണ്ടിയിട്ട് കർത്താവ് വന്നെങ്കിലും സ്വന്തക്കാരവനെ കൈക്കൊള്ളാതിരുന്നതിനാൽ ആമേൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ കൈക്കൊണ്ടില്ല. പിന്നെ അനുഗ്രഹം എങ്ങോട്ടാ പോയത്? അബ്രഹാം മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അപ്പോൾ അവിടെ വായിക്കുകയാണ്, ആകയാൽ മുമ്പേ പ്രകൃതിയാൽ നിങ്ങൾ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അടുത്തത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടും സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. അടുത്ത വാക്യം, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്നു. ആമേൻ. നിങ്ങൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ജാതീയ സഹോദരി, നീ ദൈവത്തിന്റെ മുൻപിൽ മുട്ടിപ്പായി ലജ്ജ കൂടാതെ നീ പിന്നെയും കർത്താവിനോട് അപേക്ഷിച്ചത് കൊണ്ട് ആമേൻ, ആ സ്വർഗീയ അനുഗ്രഹം നിന്റെ മേൽ വന്നെങ്കിൽ, ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം പകരുവാൻ ദൈവം ശക്തനാ. അതിന്റെ 17-ാം വാക്യം കൂടെ വായിച്ചേ. 17-ാം വാക്യം, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്
സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. കണ്ടോ, സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് എന്താ ഇതിന്റെ മാനദണ്ഡം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞത്? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ആമേ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, ആമേ, തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, പെരുങ്കാറ്റ് പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, അയ്യോ കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസിയെ, ഓ എന്തിന് നീ ഭീരുവാകുന്നു? നീ വിശ്വസിക്ക്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്. വടക്കേ ഇന്ത്യയിൽ പറഞ്ഞാൽ മതി, അങ്ങ് വിശ്വസിക്കുക, അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് നമ്മുടെ മുൻപിൽ മുൻവിധിയോടുകൂടി ഇരിക്കുകയാ. ഈ പാസ്റ്റർ പറഞ്ഞാലേ ഇങ്ങനെ, ആ അഭിഷേകമുള്ള വലിയ വലിയ ദൈവദാസൻ പറഞ്ഞാലല്ലേ വിശ്വസിക്കാവൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കുമ്പോൾ, നീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിൽ ഇറങ്ങും. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. യെസ്, ആമേൻ. വിശ്വാസമെന്ന അടിസ്ഥാനത്തിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാലം നോക്കിയാൽ എത്രയോ നാളിന് മുമ്പ് നമ്മൾ വിശ്വാസത്തിൽ സമ്പന്നരാകേണ്ടത്. എന്തിയെ വിശ്വാസമെല്ലാം പോയില്ലേ? ആമേൻ. വിശ്വാസത്തിലേക്ക് നമുക്ക് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. 11:6 വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാ എൻ്റെ യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണുകയുള്ളൂ. വിശ്വാസമുള്ള കനാന്യ സ്ത്രീയെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കഴിയത്തില്ല. അവൻ എന്നെ അനുഗ്രഹിക്കുന്നത് വരെയും ഞാൻ അവിടെ അവനുമായി ഹല്ലേലൂയ ഞാൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അതാണ് ലൂക്കോസ് സുവിശേഷം. ആമേൻ. നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ വേറൊരു വിശ്വാസത്തെ കുറിച്ച് കാണുന്നു. പക്ഷപാതക്കാരനെ കൊണ്ടുവരിക. എത്ര പേരാ? 4 പേരാ ചുമന്നുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. എത്ര കിലോമീറ്ററാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ഇത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നറിയാമോ? വിശ്വാസമാ. ഈ വിശ്വാസം നമുക്കുണ്ടാകുമോ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമ്മളിൽ ഒന്ന് കാണട്ടെ പ്രിയപ്പെട്ടവരെ. കാലപ്പഴക്കം നോക്കിയാൽ, പാരമ്പര്യം നോക്കിയാൽ ഒത്തിരി പറയാനുണ്ടെങ്കിലും ഇന്ന് വരെ ചില വിശ്വാസത്തിൻ്റെ അളവ് ഒന്ന് ശോധന ചെയ്താട്ടെ. 4 പേര് കൊണ്ടുവന്ന പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയാതെ ആളുകളുടെ പെരുപ്പം ഹേതുവായി ഓടിളക്കി, അന്നത്തെ കാലത്ത് മേൽക്കൂര ഇളക്കിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കെട്ടിയിറക്കുന്ന നിലയിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ കർത്താവിന് പിന്നെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ദാസനെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ? അവരുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ പാപം അത് ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ കിടക്കിയെടുത്ത് നടക്കുക എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ചലിച്ചതിൻ്റെ പിന്നിൽ രഹസ്യം എന്ന് പറയുന്നത് വിശ്വാസം. ഹല്ലേലൂയ. അതിവിശുദ്ധ വിശ്വാസം. ആമേൻ. ആ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മിലൂടെ ശിഷ്യന്മാർ ആമേൻ ഈ വിശ്വാസം മറ്റുള്ളവർ പഠിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ, ഇനിയും അധികം നാളുകൾ നമ്മുടെ മുമ്പിലില്ല. കർത്താവ് വരാൻ താമസിക്കുന്നു എന്ന് വിചാരിക്കുന്നതോറും താമസിക്കുന്നില്ല, ഇനിയും താമസിക്കുന്നില്ല. കഴിഞ്ഞ നാളുകളിലെ വിശ്വാസം പോരാ. വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. പ്രവൃത്തി ഒന്ന് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. അതേ കാര്യായ സഹോദരിയുടെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ അന്ന് പ്രവർത്തിച്ചവൻ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാ. ആമേൻ. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ, ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. നിന്റെ ആരാധനയിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. യെസ്. ഹല്ലേലൂയ. ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളിലൂടെ മറ്റുള്ളവർ വിശ്വാസം പഠിക്കണം. നമ്മുടെ കർത്താവിനെ അതിര് കവിഞ്ഞങ്ങ് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. എത്ര ശക്തി
ശക്തമായ ദൂതായിരുന്നു ആമേ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. ഏതൊക്കെ നിലയിലാണ് അവളെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ, അവളുടെ വിശ്വാസം ഒന്ന് പരിശോധിക്കാൻ ദൈവം നോക്കിയത്. ഈ വിധ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയായിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. ജീവിതത്തിലെ ശോധനകൾ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം അറിയാതെയല്ല, എനിക്ക് വേണ്ടി ആമേ കാൽവറിയിൽ യാഗമായ ഒരു യേശു അപ്പച്ചൻ ഇന്ന് ജീവിക്കുന്നുവെന്ന് നീ അങ്ങ് കവിഞ്ഞങ്ങ് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരി ചേർന്ന് പാടാം. തളരുകയില്ലിനി തളരുകയില്ല, ആപത്തിനന്മേൽ ജയവുമില്ല, രോഗത്തിനന്മേൽ കാര്യമില്ല, ശാപത്തിനന്മേൽ ജയവുമില്ല. ക്രൂശിലൻ യേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലൻ യേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. എന്മേലോ ഇനി ഭവനത്തിലോ സാതാന്യതന്ത്രങ്ങൾ വിജയിക്കില്ല, എന്മേലോ വിശ്വാസത്തോട് പാടാം. ഭവനത്തിലോ സാതാന്യതന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലൻ യേശു ഇതെല്ലാം സഹിച്ചതാൽ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലൻ യേശു ഇതെല്ലാം സഹിച്ചതാൽ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, ആമേൻ, നിന്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ. കർത്താവ് ഇന്നും ചിലരോട് പറയുകയാ, നിന്റെ ആഗ്രഹം പോലെ. ഓ, നിന്റെ തലമുറയെക്കുറിച്ചുള്ള ആഗ്രഹം, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ആഗ്രഹം. എവിടൊക്കെയോ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആമേ എൻ്റെ ദൈവം അതിന് ഒരു മാറ്റം വരുത്തുകയാ. ഒരു തുടർമാനമായ ഒരു പുതിയ അധ്യായം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുകയാ. ഓ, ഒരു വിവാഹമാണോ അത് നടക്കേണ്ട സമയത്ത് അത് അതിവിദൂരമല്ല.
ഈ ദിവസങ്ങളിൽ അതിൻ്റെ ചില ശബ്ദങ്ങൾ നീ കേൾക്കാൻ പോകുകയാ. ഓ ചില ആമേൻ മണവാളന്റെ ശബ്ദം നിന്റെ ഭവനത്തിൽ മുഴങ്ങാൻ പോകുകയാ. മണവാട്ടിയുടെ ശബ്ദം മുഴങ്ങാൻ പോകുകയാ. നിന്നെ ആമേൻ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവൻ തരാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസം അതെ ആമേൻ അതെ അതെ പ്രവൃത്തിയിലുള്ള വിശ്വാസമായിരിക്കട്ടെ. പ്രവൃത്തി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന് സ്തോത്ര. ദൈവം നിന്നെ ശോധന ചെയ്യുമ്പോൾ ആമേൻ നിന്നെ ആമേൻ പിന്നെയും വിശ്വാസത്തിൽ നീ ഒന്ന് മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ആമേനോട് നീ പറ്റി നിന്നോണം. കർത്താവിനോട് നീ പറ്റി നിന്നോണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ഓടി വരണം. കർത്താവിന്റെ പക്കൽ വിമോചനമുണ്ട്. കർത്താവിന്റെ പക്കൽ എല്ലാത്തിനും അതെ വിടുതലുണ്ട്. അവനെ ഒന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. നീ നാവെടുത്ത് പറ. നീ തലമുറയെ നോക്കി പറ. ഓ നീ വിടുവിക്കപ്പെടും. നീ തലമുറയെ നോക്കി പറ. നീ അനുഗ്രഹിക്കപ്പെടും. നീ തലമുറയെ നോക്കി പറ. നിന്റെ രോഗം മാറും. യെസ്, വിശ്വാസത്തോട് നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിന്റെ വിശ്വാസം ഒന്ന് പുറത്തു വരട്ടെ. നിന്റെ തലമുറയെ നോക്കിയൊന്ന് നീ നാവെടുത്ത് സംസാരിക്കുക. ഓ നീ അധികാരത്തോടൊന്ന് പറ. രോഗമേ വിട്ടുപോയെന്ന് നീ ഒന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. യെസ്, ഹല്ലേലൂയ. ചുടബരബരബലബ ശബരബലബലബലബലബല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാർ യഹോവായേ മനസ്സലിവുടയ ഉന്നത പരനെ വന്ദനം നിനക്കാമേ. ഓ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാം. ഇതുവരെയും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും നമ്മുടെ മടക്കയാത്രയിലും മറ്റെല്ലാ ദൈവദാസന്മാരും കടന്നു വന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോട് നമുക്ക് പിരിയാം. എല്ലാവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.